ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ പിസ്സയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം പിസ്സൻ്റെ ഡോ ഉണ്ടാക്കണം. ആദ്യം ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 കപ്പ് മൈദ എടുത്തത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുണ്ടാവും. ഇനി ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് കുഴക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിന്. നമ്മൾ ചപ്പാത്തീൻ്റെ ഡോ ഇല്ലേ, അതിനേക്കാളും കുറച്ച് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കാം. ഒരു 1.5 to 2 മണിക്കൂർ വരെ അങ്ങനെ വെക്കണം. ഡബിൾ സൈസ് ആവണം. ഇനി അടുത്ത സ്റ്റെപ്പ് പിസ്സ സോസ് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് 1 ഉള്ളി, 2 തക്കാളി, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇതെല്ലാം ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കാം. തക്കാളിൻ്റെ അടിയിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയിട്ട് കൊടുക്കുക, എന്നാൽ വേഗം അതിൻ്റെ സ്കിന്നിങ് ഇളകി വരും. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ തന്നെ കുക്കായിക്കോളും. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇത് കുക്ക് ചെയ്ത വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട, അന്നേരം ഭയങ്കര ലൂസായി പോവും. ഈ പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് എരിവും ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഇടേണ്ടത് വിനീഗറാണ്. ഇതൊരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഒറിഗാനോ, ഇത് ഓപ്ഷണലാണ്, നമ്മളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് തിക്കായി വന്നാൽ നമ്മളെ സോസ് റെഡിയായി. അതിൻ്റെ ഇടയിൽ ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിന്. നമ്മൾ സാധാ മാരിനേഷനില്ലേ, അങ്ങനെയാണ് ഫ്രൈ ചെയ്തത്. അങ്ങനെ നമ്മളെ ഡോ നല്ലോണം പൊങ്ങി വന്നിന്. ഇനി ഇതിൻ്റെ എയർ ബബിൾസിലൊന്ന് ഒന്ന് പോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നില്ലേ, അതുകൊണ്ടാണ് 2 ഈക്വൽ പാർട്സ് ആക്കിയത്. ഞാനിപ്പോൾ സ്റ്റവ് ടോപ്പിലാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ പിസ്സൻ്റെ ഡോ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് പിസ്സ സോസ് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ സൈഡിലും ആവുന്ന തരത്തിൽ സ്പ്രെഡാക്കണം. കുറച്ച് കൂടുതൽ തന്നെ സോസ് ഇട്ട് കൊടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അടുത്തതായിട്ട് മൊസറല്ല ചീസ് ഇടുക. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ബ്ലാക്ക് കളർ ഒലീവ്സ് ഫുള്ള് കളർഫുള്ളായ പോലെ ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഈ ടോപ്പിങ്സ് എല്ലാം നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതൊരു 15 to 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇങ്ങനെ അടിയിലൊരു മൂടി വെച്ചാൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകാണ്ട് തന്നെ കിട്ടും. അങ്ങനെ പിസ്സ റെഡി ആയിന്. എനിക്ക് 20 മിനിറ്റ് എടുത്തിന് ഇത് കുക്കാവാൻ. നമ്മൾ പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റിനെല്ലാം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.